കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും ഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാദം എന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണനീചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നും വാഴ്ത്തിടാം. Thank you. Now, I'm moving on to my duty. First, I would like to welcome our Honorable Principal, Dr. Asha OS, to this online bridge course. Now, I would like to welcome our resource person, Dr. K.S. Sarjan. Dr. K.S. Sarjan is working as Assistant Professor of Education at Researcher Center Education, NSS Training College, Ottapalam, Kerala. He was also served as lecturer in Natural Science at NSS Training College, Sri Narayana College of Teacher Education, Markets Training College under University of Calicut, and lecturer in Education at HM Training College, MG University. He has completed MSc in Zoology, MA in Sociology, MEd in Educational Technology, MPhil and PhD in Zoology from University of Calicut. I welcome you, sir. Next, I would like to welcome all my teachers to this online bridge course. Last but not the least, I would like to welcome all my dear friends to this online bridge course on ICT and teacher training. Now, I invite Dr. K.S. Sarjan, sir, for his session. Thank you. Am I audible? Yes, sir. Okay. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്റ്റേബിളാണ് ഇന്നലത്തേക്കാളും. നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറന്നു പോകും. നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് തരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഇന്നലെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ടൂള് ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാണാൻ തുടങ്ങിയാലും ഒന്ന് പറയാം. കാണാം? കാണാം. ഓക്കെ, എനിക്ക് ഇങ്ങോട്ടുള്ള വോയിസ് കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടാണ് കേൾക്കുള്ളൂ. അത് ഇവിടുത്തെ ഒരു സ്പീക്കർ സിസ്റ്റം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണ്. ഇയർഫോൺ കൊടുത്തിട്ടില്ല, അതുകൊണ്ട്. അതേപോലെ എൻ്റെ സ്ക്രീനിലെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ അവിടെ കാണുന്നുണ്ടെങ്കിൽ പറയണം.
കാണാം? യെസ് സർ കാണാം. ഓക്കെ. ഇന്നലെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം, മൊബൈൽ ഫോണിൽ മൈക്ക് മീറ്റിങ്ങിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിലെ Gboardന്റെ ചില ഫീച്ചറുകളാണ്. ഇന്നലെ നമ്മൾ ചെയ്ത അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഡാറ്റയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനുള്ളത്. എനിക്ക് വോയിസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഈ കീബോർഡിലെ ഗ്ലോബ് ഐക്കൺ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ മലയാളം എന്ന് വരും. ഇപ്പോൾ എഴുതാം, ഇങ്ങനെ വരുന്നത് എഴുതാനുള്ള കീബോർഡാണ്. ഇത് ഇന്നലെ പറഞ്ഞു. അതേസമയം തന്നെ MLE എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ടൈപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഇവിടെ നടിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മലയാളത്തിൽ വോയിസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ മൈക്രോഫോൺ ഐക്കൺ, റൈറ്റ് സൈഡിൽ കാണുന്ന മൈക്രോഫോൺ ഐക്കൺ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്തു വരും. ഇങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. ഇത് ഇനി നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അഗെയിൻ ലാംഗ്വേജ് ഒന്ന് മാറ്റി ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം then we can type in English by talking to my mobile. ഈ ഒരു കാര്യം ഇതിപ്പോൾ ഈ ഒരു കീബോർഡിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിലേക്ക് വന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഓൺലൈൻ അസസ്മെന്റ് ടൂൾസ്, അതാണ് ഇനി നോക്കാനുള്ളത്. അതിലേക്ക് പോകാം. ഇന്നലെ ഞാൻ കുറച്ച് പേരോട്, ഡാറ്റയുള്ളവരോട് ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോഴും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കാൻ കഴിയുന്നവർ ഒന്ന് അങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ സ്ക്രീനിൽ ഇപ്പോൾ എനിക്ക് അനാമികയെ കാണാം, അപർണയെ കാണാം, ആര്യയെ കാണാം, ആതിരയെ കാണാം, കൃഷ്ണവേണിയെ കാണാം, ഹീര ടീച്ചറെ കാണാം, വാണി കാണാം. നോക്കാം, നിങ്ങൾ ആരൊക്കെ ക്യാമറ ഓൺ ആക്കിയാലും അവർ മാത്രമേ ഇവിടേക്ക് കയറി വരുന്നുള്ളൂ എന്നും കാണാം. ജ്വാലയെ കാണാം. അപ്പോൾ ബാക്കി അതല്ലാത്തവരൊക്കെ നമ്മുടെ ഈ പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റിലുണ്ട്. ഇതെല്ലാം ഗൂഗിൾ മീറ്റിൻ്റെ ചില സവിശേഷതകളാണ്. ക്യാമറകൾ ഉള്ളവരെ മാത്രം, ഇങ്ങനെ 81 പേരെ വരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഓൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലേഔട്ട് നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാവുന്ന, സാധാരണഗതിയിൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു ലേഔട്ട്, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലേഔട്ട് ഇവിടെ ഉണ്ട്. ചേഞ്ച് ലേഔട്ട് എന്ന് പറയുന്നതിൽ പോയിട്ട് നമുക്കിവിടെ ടൈൽഡ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. ആ ടൈൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴും 16 പേരെയാണ് നമുക്ക് ഈ ടൈലിലേക്ക് ആഡ് ചെയ്യാം. അല്ല 16 അല്ല, എത്രയും മാക്സിമം നമ്പർ 49 പേര്. 49 പേരെ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗ്രിഡ് വ്യൂ എന്നാണ്. ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത് അത് നമുക്ക് ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോമിലേക്ക് ഒരുപാട് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻസ് വെച്ചാൽ മലയാളം ടൈപ്പ് ചെയ്യാൻ, വോയിസ് ടൈപ്പ് ചെയ്യാൻ, ലോങ് സ്ക്രീൻഷോട്ട് എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ സൊട്ടേറോ, ഗ്രിഡ് വ്യൂ, ഓട്ടോമാറ്റിക് അറ്റൻഡൻസ്, ഓട്ടോമാറ്റിക് ഗൂഗിൾ അഡ്മിറ്റ്. എന്നുവെച്ചാൽ നമ്മളൊരു ഗൂഗിൾ മീറ്റ് എടുത്തുമ്പോൾ 100 പേരെ ഒരുമിച്ച് വരുമ്പോൾ അവരെ അഡ്മിറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാതെ ഓട്ടോ അഡ്മിറ്റ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഈ ഗൂഗിൾ ക്രോമിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രിഡ് വ്യൂ വന്നതുകൊണ്ടാണ് ഈ ഒരു ഐക്കൺ ഇവിടെ വരുന്നത്. സാധാരണ ഗൂഗിൾ മീറ്റിൽ ഈ ഒരു ഐക്കൺ ഉണ്ടാവില്ല. ഈ ഒരു ഐക്കൺ വന്നതുകൊണ്ട് അത് ഓൺ ആക്കി വെച്ച് കഴിയുമ്പോൾ ഇൻക്ലൂഡ് യുവർ സെൽഫ്. സാധാരണഗതിയിൽ ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ എന്നെ ഇങ്ങനെ കാണില്ല. നിങ്ങൾ സാധാരണ ഗൂഗിൾ മീറ്റ് നടത്തിയവർക്കൊക്കെ അറിയാം, ഗൂഗിൾ മീറ്റിൽ എപ്പോഴും നമ്മളെ കാണില്ല, പ്രസന്റ് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ നമ്മുടെ വ്യൂ കാണില്ല, ബാക്കിയുള്ളവരെ കാണും. ഇപ്പം എൻ്റെ വ്യൂ ഇവിടെ ചെറുതായിട്ട് ഇവിടെയുള്ളൂ.
പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ വ്യൂ കൂടിയും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയും ഓപ്പൺ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും ശരിക്ക് ലാപ്ടോപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാപ്ടോപ്പിലാണ് ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. കൃഷ്ണന് വേണ്ടിയിട്ട് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കൃഷ്ണന് വേണ്ടിയിട്ട് ആ ക്യാമറയിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് വരുന്നു. വേണി, ജ്യോതി, എല്ലാവരും ക്യാമറയിലേക്ക് നോക്കണം. ക്യാമറ ഫ്രണ്ടിൽ. ഓക്കെ, എല്ലാവരും നമ്മുടെ സ്ക്രീനിൽ വന്നു എന്ന് ഉറപ്പ് വരുത്താം. നിങ്ങളെ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ ആ സ്ക്രീനാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കും സ്ക്രീൻഷോട്ട് എടുക്കാം, ബട്ട് എനിക്കത് കുറച്ചുകൂടി എളുപ്പമാണ്. ജസ്റ്റ് ഒരു സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സൗണ്ട് ഫോട്ടോ എടുക്കുന്ന സൗണ്ട്. വൺസ് അഗെയിൻ യെസ്, ഞാനത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിലേ ഉള്ളൂ. ഓക്കെ, റെഡി, 1 2 3. ഓക്കെ, ഇപ്പോൾ ശ്രുതി കൂടി വന്നു. ശ്രുതി നേരത്തെ ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി. റെഡി, 1 2 3. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ടീച്ചർക്ക് അത് ഗ്രൂപ്പിലിടാൻ പറ്റും. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിന്റെ സ്ക്രീൻഷോട്ടാണ്. നമ്മുടെ ഒരു വർക്ക്ഷോപ്പിന്റെ വേണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് എന്നൊക്കെ പറയാം. ഗൂഗിൾ മീറ്റിന്റെ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഇതാണ്. അതിപ്പോൾ വളരെ വലിയ മീറ്റിങ്ങിന്റെ പോലും ചെയ്യാൻ പറ്റും. ഇതിലൊരു ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകളിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്കുകളിൽ ഓൺലൈൻ അസസ്മെന്റ് ടൂൾ എന്നുള്ളതാണ് പ്രധാനം. ഓൺലൈൻ അസസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പരീക്ഷകൾ നടത്തുന്നത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അതിൽ നമുക്ക് രസകരമായിട്ടൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് തുടങ്ങാം. ആക്ടിവിറ്റിയിൽ ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കാം. ഓപ്പൺ വിത്ത് ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിലിടും. അത് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കും. അത് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഇപ്പോൾ നമുക്കതിന് സമയം പോകും. അപ്പോൾ ഓപ്പൺ വിത്ത് ബ്രൗസർ എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻസോ ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിൻ്റെ പേര് ക്യുസിസ് എന്നാണ്. QUIZIZ, ക്യുസിസ്. QUIZIS.com. QUIZIS.comൽ നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ലോഗിൻ ID ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പിന്നെ കുറച്ച് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് ലെവലിൽ ക്ലാസ് എടുക്കുന്ന അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ IDയും പാസ്വേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഗിനിൽ പോകുമ്പോൾ നമ്മുടെ ഇമെയിൽ IDയും അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ചോദിക്കും. അത് രണ്ടും തെറ്റാതെ അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കും. ഇത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇതൊന്നും ചെയ്യേണ്ട. ഇപ്പം ജസ്റ്റ് ഞാനിതിൻ്റെ ഒരു ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളൊക്കെ ടീച്ചർ എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഇനി ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുക്കാനുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കത് ഇഫക്റ്റീവായിട്ട് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ ടീച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ബട്ട് നോട്ട് നൗ, ഇപ്പം ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഞാനിവിടെ എൻ്റെ ലൈബ്രറിയിൽ ഓൾറെഡി ഉള്ള കുറച്ച് ക്വിസുകളിൽ ഒരു രസകരമായിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ക്വിസ്. ഇവിടെ 2 ചോദ്യമുള്ളൂ. ഇതിൽ 2 ചോദ്യമുള്ളൂ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് 4 ക്വസ്റ്റ്യൻസ്. ബയോളജി, ചൈൽഡ് റൈറ്റ്സ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? വേണ്ട, വിടാം. അതൊരു സീരിയസ് ടെസ്റ്റും കൂടിയാണ്. സലാഫിയയിൽ എത്ര ക്വസ്റ്റ്യൻ? 2 ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാനിപ്പോൾ ഇതേപോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റുകളാണ്. ബ്ലൂംസ് ടാക്സോണമി നിങ്ങൾ പഠിച്ചോ? നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഇവര് ബ്ലൂംസ് ടാക്സോണമി തുടങ്ങിയിട്ടുള്ളൂ സാറേ. ഉണ്ട്, പിന്നീട് ഉണ്ടാവും. തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ വേണ്ട. ഇതൊക്കെ MED വേണ്ടി ചെയ്തിട്ടുള്ള റിസർച്ച് മെത്തഡോളജി. ICT നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ. ഒരു ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ അതിൽ ഇങ്ങനൊരു ക്വിസ് നമുക്ക് പല രീതിയിൽ എടുക്കാം. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഈ അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വിസുകൾ സെർച്ച് ചെയ്തിട്ടെടുത്ത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഒന്നും വേണ്ട. ജസ്റ്റ് ക്വിസിൽ കയറി അവിടെ സെർച്ച് വിൻഡോ, ഇതേപോലെ സെർച്ച് വിൻഡോ കാണും.
നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് അവിടെ ക്വിസുകൾ കാണും. ആ ക്വിസുകൾ കയറിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ കോമ്പറ്റീറ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സെറ്റിന് പഠിക്കുന്നു അല്ലെങ്കിൽ നെറ്റിന് പഠിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ജനറൽ നോളജ് PSCക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ക്വിസുകൾ ഇതിലുണ്ടാവും. അതെടുക്കുക, നിങ്ങളുടെ ഫ്രണ്ടിന് എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, നിങ്ങളും ഫ്രണ്ടും കൂടി കളിക്കാം. ഇതൊരു ഗെയിം മോഡിലാണ്. അപ്പോൾ കളിക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഗെയിം എന്ന് പറയുന്ന ഒരു സെൻസിൽ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാർട്ട് ലൈവ് ക്വിസ് എന്നുള്ളതിൽ ഒരു ക്ലാസിക് മോഡിൽ നമുക്കൊരു ഗെയിം പ്ലേ ചെയ്യാം. ഇതിലിപ്പോൾ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. പിക്ക് യുവർ മോഡ്. ക്ലാസിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ഗെയിം മോഡ് എന്ന് പറയുന്നത്. ടെസ്റ്റ് മോഡ് വെച്ചാൽ സീരിയസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള മോഡ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ കയറി പ്ലേ ചെയ്യാം. പിന്നെ അതിൽ പാർട്ടിസിപ്പൻസിന് അവരുടെ സ്പേസിൽ പോകാനുള്ള സ്പീഡിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ക്ലാസിക് മോഡൽ. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. താഴേക്ക് കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ പിന്നീട് നോക്കിയാൽ മതി. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഗെയിമിന് ഒരു കോഡ് വരും. ഈ കോഡാണ് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്. കോഡില്ലാതെയും ജോയിൻ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലാപ്ടോപ്പിലോ നിങ്ങളുടെ ഡിവൈസിലോ ഗൂഗിൾ ക്രോം ബ്രൗസർ എടുത്തിട്ട് joinmyquiz.com അടിക്കുക. എന്നിട്ട് ഈ കോഡ് കൊടുക്കുക, നിങ്ങളുടെ പേരടിക്കുക. അവിടെ നിക് നെയിം എന്നോ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ പേര് കൊടുത്തത് നല്ലത്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്തു തരും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യുന്ന മെത്തേഡാണ് ഷെയർ വയ ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ വേണമെങ്കിൽ ആ മെത്തേഡിൽ ആരെങ്കിലും ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗെയിമിൽ കയറാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോൾ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വെറുതെ നിങ്ങളുടെ പേരടിക്കുക. ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട. ഓപ്പൺ വിത്ത് ബ്രൗസർ കൊടുക്കുക. വെയിറ്റിംഗ് ഫോർ പാർട്ടിസിപ്പൻസ് ടു ജോയിൻ എന്നാണ് കാണുന്നത്. യെസ്, ആരായിരുന്നു? അന്ന ജോയിൻ ചെയ്തു. അന്ന മെലിൻഡ മാർട്ടിൻ ജോയിൻ ചെയ്തു. ദെൻ അരുൺ ജോയിൻ ചെയ്തു. ശ്രീലക്ഷ്മി ജോയിൻ ചെയ്തു. നിങ്ങൾക്ക് കാണാം ജോയിൻ ചെയ്ത കുട്ടികളുടെ പേര് ഇവിടെ കാണാം. കൃഷ്ണവേണി ജോയിൻ ചെയ്തു. ജ്വാല ജോയിൻ ചെയ്തു. ആർദ്ര ജോയിൻ ചെയ്തു. അനാമിക, ഐശ്വര്യ, ജ്യോതി, അഞ്ജു അയ്യപ്പൻ, അലേഖ, അലീന, ടോട്ടൽ 13 പാർട്ടിസിപ്പൻസ് ആയി ഇപ്പോൾ. ദെൻ കാർത്തിക. നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ, നിങ്ങളിപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുന്ന ഡിവൈസിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഡിവൈസിൽ നിങ്ങൾക്ക് കയറാം. അതിനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. joinmyquiz.com എന്ന് ഗൂഗിളിൽ സെർച്ച് ടൈപ്പ് ചെയ്യുക. ഈ കോഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഡിവൈസിലും വേണമെങ്കിൽ കയറാം. ദെൻ ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത പറയാം. സ്പീഡ് ഇവിടെ ഒരു എലമെൻ്റ് ആണ്. എന്നുവെച്ചാൽ സാധാരണ ഇപ്പോൾ ഗൂഗിൾ ഫോമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ കുട്ടികൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തി എഴുതുന്നൊക്കെ പറയും. ഇവിടെ അതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഒരേതെങ്കിലും ചോദ്യം ചോദിച്ചാൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ആദ്യം ആൻസർ ചെയ്ത ആൾക്ക് കുറച്ച് പോയിന്റ് കൂടുതൽ കിട്ടും. അപ്പം ആൻസർ ചെയ്യുന്നതിൽ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ 18 പേരെ ജോയിൻ ആയിട്ടില്ലെങ്കിലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി കുട്ടികൾക്ക് ജോയിൻ ആവാം. ഓക്കെ, ഞാനിവിടെ കാരണം ജോയിൻ ചെയ്ത കുട്ടികൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനൊരു ചെറിയൊരു മ്യൂസിക്കൊക്കെ ഉണ്ടാവും. ഈ ജോയിൻ ചെയ്ത കുട്ടികൾ ഇനി എൻ്റെ സ്ക്രീൻ നോക്കണം എന്നില്ല. നിങ്ങൾ ആ ഗെയിമിൻ്റെ പേജിലിരിക്കുക. ഗെയിമിൻ്റെ പേജിലിരുന്നിട്ട് അവിടെ കാണുന്ന ചോദ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തതായിട്ട് തെറ്റിക്കഴിഞ്ഞാലും കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വരും. ഈ ടെസ്റ്റ് മൊത്തമായിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള മോഡിൽ വരും. അതല്ല, ഇത് ഗെയിം മോഡിൽ കൊടുത്തുകൊണ്ടാണ്. ടെസ്റ്റ് മോഡിലാണെങ്കിൽ ഒറ്റ ടൈമേ വരും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ടാവും, അവിടെയും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗോ. ഓക്കെ, ഇപ്പോൾ കുട്ടികളുടെ പേര് കാണുന്ന ഒരു എന്താ പറയുക, സ്കോർ ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. അതിലിപ്പോൾ സുനീതിയൊക്കെ ആൻസർ ചെയ്യാൻ തുടങ്ങി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്ത് പോകുന്നുണ്ട് കുട്ടികൾ. നോക്കാം, സുനീതിയാണ് ഏറ്റവും ആദ്യം ആൻസർ ചെയ്തത്. അതുകൊണ്ട് തന്നെ സുനീതിക്ക് 920 പോയിന്റ്സ് ഉണ്ട്. റൈറ്റ് ആൻസറും റോങ് ആൻസറും 2 കളറിൽ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ദെൻ ക്വസ്റ്റ്യൻസ് പറയുന്ന ഒരു സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസൊക്കെ കാണാം. ഇതൊക്കെ ഞാൻ ഇതിൽ കയറാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗെയിമിൽ കയറാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി
ഗെയിമിൽ കയറി കുട്ടികൾ അവിടെ ഗെയിം പ്ലേ ചെയ്താൽ മതി. ഇപ്പോൾ എഗെയിൻ സുനീതി തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. സെക്കൻഡ് അപർണ വന്നിട്ടുണ്ട്, അതിന് ശേഷം ദേവിക, ഇപ്പോൾ സെക്കൻഡ് വന്നിട്ടുള്ള ജ്യോതിയാണ്. സുനീതി കണ്ടിന്യൂസ് ആയിട്ട് 4 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ജ്യോതി 3 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ശരിയാക്കിയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ സുനിതയേക്കാളും പോയിന്റിൽ അപർണ KM കയറി വന്നിട്ടുണ്ട്. പിന്നെ ജ്യോതി അഗെയിൻ കയറി വന്നു 4 എണ്ണം കറക്റ്റ് ആക്കിയിട്ട്. സുനിധി ഏതൊരു ചോദ്യത്തിൽ വെച്ച് നിൽക്കുകയാണ്. സുനിധി 5 എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 5 എണ്ണം കറക്റ്റ് ആക്കി 4550 പോയിന്റാണ് സുനീതിക്കുള്ളത്. സുനിധിയേക്കാൾ കൂടുതൽ പോയിന്റ് വേറെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല. ജ്യോതിയാണ് സെക്കൻഡ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും സ്കോർ ഇവിടെ കാണാം. ഞാൻ അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നില്ല. നമുക്ക് ടോപ്പുള്ളൊരു 6-7 പേരെ കാണാം. എല്ലാവരുടെയും പോയിന്റുകൾ ഇവിടെ ഉണ്ട്. പോയിന്റ് നില ഇവിടെ ഉണ്ട്. കുറേ പേര് കംപ്ലീറ്റ് ആക്കി, ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട് കുറച്ച് പേര്. ജ്യോതി സുനീതിയും ഫുൾ 100% കറക്റ്റ് ആക്കിയവരാണ്. 100% കറക്റ്റ് ആക്കിയിട്ടും സുനീതി ഫസ്റ്റും ജ്യോതി സെക്കൻഡും ആവാൻ കാരണം ടൈമാണ്. വാണി, അഞ്ജു അയ്യപ്പനൊക്കെ ഓരോ ചോദ്യം കൂടി ആൻസർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനിയും കുറെ പേര് ആൻസർ ചെയ്യാനുണ്ട്. എങ്കിലും ഞാൻ ഗെയിം എൻഡ് ചെയ്യാണ്. നമുക്ക് സമയക്കുറവുകൊണ്ട് ഞാനത് എൻഡ് ചെയ്യാണ്. ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു തരേണ്ടതുണ്ട്. എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത്, ഇനി ഗെയിമിൽ പങ്കെടുത്തവരൊക്കെ തിരിച്ച് എൻ്റെ സ്ക്രീനിലേക്ക് വരാം. ഗെയിമിൽ പങ്കെടുത്തവരൊക്കെ അവിടെ നിന്ന് എൻ്റെ സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണണം. ഇവിടെ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എൻഡ് കൊടുക്കുന്നു. എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗെയിം എൻഡ് ആവാണ്. എൻഡ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ ആരൊക്കെ നിൽക്കുന്നതെന്നുള്ളത് സുനിധി, ജ്യോതി, അപർണ, എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം. ദെൻ 100% കറക്റ്റായ 2 ആൾക്കാരുണ്ട്, അവരുടെ പേര് ഇവിടെ ഉണ്ട്. ദെൻ ഇതൊരു ഡിസെൻഡിങ് ഓർഡറിൽ സ്കോർ നില കാണിച്ചിട്ടുണ്ട്. ദെൻ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഈ ഒരു ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് OER എന്ന് പറയുന്നത് 13 പേര് ശരിയാക്കി 9 പേര് തെറ്റിച്ചു. ആവറേജ് ടൈം ടേക്കൺ 7 സെക്കൻഡ്, ഇതൊക്കെ കാണാം. അതേപോലെ ഇതൊരു എക്സൽ ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് റിസൾട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ എക്സൽ ഷീറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് മാർക്ക് ലിസ്റ്റായിട്ട് നമ്മുടെ HODക്കോ പ്രിൻസിപ്പാളോ ഒക്കെ ആവശ്യപ്പെട്ടാൽ കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സ്റ്റുഡൻസിന്, ഇവിടുത്തെ കോളേജിലെ സ്റ്റുഡൻസിന് ക്ലാസ് ടെസ്റ്റ് ഒക്കെ കൊടുക്കുക. ഞാനിപ്പോൾ BEd എടുക്കുന്ന പേപ്പർ ചൈൽഡ് റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പേപ്പറാണ്. അപ്പോൾ ആ പേപ്പറിന് ഞാനൊരു ഇൻറ്റേർണൽ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. അതേപോലെ പിന്നെ MEdനാണ് ക്ലാസ്. MEdൽ ക്ലാസ് എടുക്കുമ്പോൾ റിസർച്ച് മെത്തഡോളജി പേപ്പർ. അപ്പോൾ അത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് മോഡൽ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളിൽ തന്നെ കുറച്ച് പേര് റിപ്പീറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ആ ഒരു ഓപ്ഷനൊന്നും അവിടെ ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് നമുക്കൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ഗൂഗിളിലൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ടൈം സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇത്ര സെക്കൻഡ് സമയം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വിസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇപ്പോൾ ഇതിൽ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ടുള്ള റിസൾട്ട് പ്ലെയർ ലെവൽ എന്നുവെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത എക്സൽ ഷീറ്റാണ്. ഇതിൽ നോക്കാം സുനിധി, ജ്യോതി, അപർണ, രേഷ്മ, ഇത്രയും പേര് 80% അബോവ് സ്കോർ ഉള്ളവരാണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ദെൻ ഓരോരുത്തരും എന്തിലാണ് പ്ലേ ചെയ്തതെന്ന് പോലും ഇവിടെ ഉണ്ട്. ഷവോമി റെഡ്മി 4ലാണ് സുനിധി പ്ലേ ചെയ്തത്. മൊബൈലിലെ ക്രോം ഉപയോഗിച്ചിട്ടാണ് ജ്യോതി, മൊബൈലിലെ ക്രോം ഉപയോഗിച്ചിട്ട് അപർണ എന്ന രീതിയിൽ വിവോ ഫോണാണ് രേഷ്മയ്ക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് വാണി. അത്തരം ഡാറ്റകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഇത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് വെച്ച് നമുക്കൊരു ആവശ്യത്തിന് പ്രിന്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഒരു പരീക്ഷ നടത്തിയ ഒരു രീതിയിൽ സ്കോർ എത്രയാണെന്നൊക്കെ പ്രിൻസിപ്പളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു റെക്കോർഡായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇനി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിലൊരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.
ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 മോഡുകളുണ്ട് ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാതെ വെറുതെ ക്യുസിസിൽ പോയിട്ട് QUIZIZZ.com നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ക്യുസിസിൽ പോവുക, ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വെൽക്കം ടു ക്യുസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഏതെങ്കിലും ഗെയിമുകൾ പ്ലേ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇവിടെ ആസ് എ സ്റ്റുഡൻ്റ് ആണ് ഇവിടെ ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, അതല്ല നമ്മൾ ടീച്ചർ എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടാവും. ഈ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെസൺ ക്രിയേറ്റ് ചെയ്യണോ ക്വിസ് ക്രിയേറ്റ് ചെയ്യണോ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്വിസാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ലെസൺ അവരുടെ ഒരു ബീറ്റ വേർഷൻ ഓപ്ഷൻ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജനറൽ നോളജിൻ്റെ ഒരു ക്വിസ് ഡെവലപ്പ് ചെയ്യുന്നു വിചാരിക്കുക. SNM ട്രെയിനിങ് കോളേജ്, SNM ട്രെയിനിങ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജനറൽ നോളജ് ക്വിസ്. അപ്പോൾ നമ്മളോട് ഏതെങ്കിലും സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയും. പിന്നെ സയൻസ് ഒന്നിലധികം 3 മാക്സിമം എടുക്കാൻ പറ്റും. ബയോളജി, മാത്തമാറ്റിക്സ്. ഓക്കെ, ഞാൻ 3 സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വേണോ, ചെക്ക് ബോക്സ് വേണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് മൊബൈൽ വ്യൂ. മൊബൈൽ വ്യൂ വെച്ചാൽ എങ്ങനെയാണ് കുട്ടികൾ നമ്മൾ ക്വിസ് ക്രിയേറ്റ് ചെയ്താൽ അവർ കാണുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അടിക്കുകയെന്ന് വെച്ചാൽ വിച്ച് പാർട്ട് ഓഫ് ദി സെൽ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇവിടെ ആൻസറുകൾ അടിക്കുകയാണ്. ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ. ബയോളജി പണ്ട് പഠിച്ച എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മയുണ്ടാവും ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ആ കറക്റ്റ് ആൻസർ ആ റൈറ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതിന് നേരെയുള്ള ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റൈറ്റ് ആൻസർ ഏതാണെന്ന് നമ്മൾ ഇതിന് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. അത് കഴിഞ്ഞ് ഇവിടെ എത്ര സമയമാണ് ഈ ചോദ്യത്തിന് അലൗ ചെയ്തിട്ടുള്ളത്? 20 സെക്കൻഡ് സമയം കൊണ്ട് ആൻസർ കണ്ടെത്തണം. അത് സെറ്റ് ചെയ്യാം നമുക്ക്. അത് പല സമയമുണ്ട്. 5 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ സമയമുണ്ട്. 15 മിനിറ്റാണ് മാക്സിമം സമയം. ഇല്ലെങ്കിൽ 5 സെക്കൻഡ് വരെ ലിമിറ്റും ചെയ്യാം. ഞാനിപ്പോൾ 20 സെക്കൻഡ് സമയം കൊടുത്തു. എന്നിട്ടിവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് മൊബൈൽ വ്യൂ. മൊബൈൽ ഇതിങ്ങനെയാണ് കാണുന്നതെന്ന് ഇവിടെ ഉണ്ട്. അതുകൂടാതെ മാത്സിലെ സ്റ്റുഡൻസിനൊക്കെ ഫോർമുലയൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു ഫോർമുല ഇക്വേഷൻ ക്രിയേറ്റർ ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത് ആഡ് ചെയ്യാം. അതിനുള്ള ഫോർമാറ്റൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇമേജൊക്കെ കാണിച്ചിട്ട് ഈ ഇമേജ് എന്ത് ജീവിയാണ് അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് പ്രീമിയം ഫീച്ചറാണ്. പ്രീമിയം ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മളിത് പർച്ചേസ് ചെയ്യണം, എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ആ ഫീച്ചർ ഇതൊക്കെ നേരത്തെ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് യൂസ് വന്നപ്പോഴാണ് ഇതൊക്കെ പ്രീമിയം ഫീച്ചറാക്കി മാറ്റിയത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുന്നേ ഒക്കെ മറ്റേ പോലത്തെ കുട്ടികൾ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസൊക്കെ ഇത് വെച്ച് നടത്തിയിരുന്നു. ഓരോ ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾപ്പിച്ചിട്ട് അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഞാനൊരു സാധ്യത പറയുന്നത്. നിങ്ങളിപ്പോൾ ഇനി കോളേജിൽ റീഓപ്പൺ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ഒരു 100 പേരിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഞാനവിടെ പഠിക്കുന്ന സമയത്ത് 225 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100 പേരായിരിക്കും തോന്നുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ 100 പേരിരിക്കുന്ന ഒരു ഹാളിൽ അല്ലെങ്കിൽ 200 പേരിരിക്കുന്ന ഒരു ഹാളിൽ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ ഈ ക്വിസിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ചോദ്യം നമുക്ക് ആ പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം അടക്കം, കാരണം ഇതിൽ ടൈം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്വിസ് നടത്താൻ വളരെ എളുപ്പമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പല പ്രോഗ്രാമിലും നമ്മൾ ക്വിസ് നടത്താം. അപ്പോൾ അതിനും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യമായി. ഇങ്ങനെയാണ് ചോദ്യം വിടാനുള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടെലിപോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്.
കാരണം ഇതൊരു ജനറൽ നോളജ് ക്വിസാണ്. ജനറൽ നോളജ് ക്വിസസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു മില്യൺസ് ഓഫ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ ഇത് ജനറൽ നോളജ് SNM ട്രെയിനിങ് കോളേജ് എന്ന പേരിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം വെറുതെ ജനറൽ നോളജ് എന്നുള്ള പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നാരോ ആവും. അപ്പൊ നമുക്ക് ജനറൽ നോളജ് ക്വിസുകൾ വരണമോ കുറേ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ലിമിറ്റ് ചെയ്യുന്നു, ബയോളജി എന്ന് ലിമിറ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ ജനറൽ നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ബയോളജിയിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബയോളജി ക്വിസുകൾ ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഈ ബയോളജി ക്വിസുകളിൽ ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിൽ 19 ചോദ്യമുണ്ട്, ഇതിൽ 10 ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്വിസ് ഒന്ന് നോക്കുന്നു. അപ്പോൾ അതിൽ സൈറ്റോസ്കെലിറ്റൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്, ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് വായിച്ചു നോക്കുക. ആണെങ്കിൽ ജസ്റ്റ് ആഡ് എന്ന് കൊടുത്താൽ മതി, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഈ ക്വസ്റ്റ്യൻ ആഡ് ആവും. ഇത് ഞാൻ ഒന്നാമത് ടൈപ്പ് ചെയ്തുണ്ടാക്കിയ, ബുദ്ധിമുട്ടി ടൈപ്പ് ചെയ്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഈസി ആയിട്ട് വേറെ ആരോ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനെ ഞാൻ അടിച്ചു മാറ്റിയത്. അപ്പം അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഈസിയായി. പക്ഷേ ഇതിങ്ങനെ അടിച്ചു മാറ്റുമ്പോഴുള്ള പ്രശ്നം ഈ ആൻസറൊക്കെ കറക്റ്റ് ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ട് ഇതിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ. അത് നമ്മൾ കുട്ടികളോട് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയാം. അപ്പം കോളേജിലൊക്കെ നിങ്ങൾക്ക് കോളേജ് ലെവലിലൊക്കെ ചെയ്യാവുന്നത്, കുട്ടികൾ തന്നെ നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റിൽ അടിച്ചിങ്ങ് തന്നു കഴിഞ്ഞാൽ 10-200 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് തന്നെ നമുക്കിതിൽ ക്വിസ് നടത്താം. അപ്പോൾ അതിന് ഇമ്പോർട്ട് ഫ്രം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്വിസ് നടത്താം. അപ്പം ഇങ്ങനെയുള്ള 3 ഓപ്ഷനിൽ ക്വിസ് നടത്തി ഇതെല്ലാം ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലിക്ക് ഡൺ. ഈ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇതിലെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിലിപ്പോൾ ഇതൊന്നും വേണമെന്നില്ല, ടൈറ്റിൽ ഇമേജും ഈ കാര്യങ്ങളൊന്നും വേണം. ടൈറ്റിൽ ഇമേജ് ചോദിച്ചാൽ ക്വിസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഇമേജ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പം ജനറൽ ബയോളജി ക്വിസ് ആണെങ്കിൽ അവിടെ ബയോളജിയുടെ ഒരു ഓർഗാനിസിൻ്റെ ചിത്രമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മലയാളത്തിലും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യാം. ഇതിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ലെവല് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവർക്ക് ഇത് ഏത് ലെവലിൽ കുട്ടികൾക്കുള്ള ക്വിസ് ആണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു ലെവല് പറയും. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കിൽ അതിനുള്ളത്, 10ലെ കുട്ടിക്കാണെങ്കിൽ അതിനുള്ള ലെവല്, ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിനുള്ളതാണെങ്കിൽ അത്. ദെൻ ഇത് നമ്മൾ സീരിയസ് ടെസ്റ്റ് ഒക്കെയാണ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ടീച്ചറുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നാളെ പരീക്ഷ നടത്താമെന്ന് വിചാരിക്കുമ്പോഴേക്കും കുട്ടികളത് ടീച്ചറുടെ അക്കൗണ്ടിൽ കയറി നോക്കി കണ്ടുപിടിക്കും, ഇത് പബ്ലിക് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കണം. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഇന്റേണൽ എക്സാമിനേഷനൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രൈവറ്റ് ആക്കി വെക്കണം, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ സേവ് കൊടുത്തു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് നേരത്തെ കണ്ട അതേ സ്റ്റെപ്പ് സ്റ്റാർട്ട് ലൈവ് ക്വിസ് എന്നുള്ള രീതിയിൽ വന്നു. എന്നിട്ട് നമുക്ക് ക്വിസ് തുടങ്ങാം. ക്വിസ് തുടങ്ങി ചോദ്യങ്ങൾ ഓരോന്നിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ അതേപോലെ ഡെമോൺസ്ട്രേഷന് വേണ്ടി മുന്നേ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്വിസുകളും ഇവിടെ ഉണ്ട്. ഇതൊന്നും പോവില്ല. എന്നുവെച്ചാൽ അവിടെയൊക്കെ ആ ഡാറ്റയൊക്കെ സേവ്ഡ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഇത്രയും കാലം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷകളുടെ ടെസ്റ്റുകളുടെ റിസൾട്ടൊക്കെ ഇവിടെ ഉണ്ട്. അത് എത്രയോ പേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ പേജിലും 10-20 ഡാറ്റ വെച്ച് എത്രയോ കാലം ഞാൻ നടത്തിയ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ ഇപ്പോഴും ഇവിടെ സേവ്ഡ് ആണ്. അപ്പോൾ ഇതൊന്നും മിസ്സാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. നിങ്ങളിത് എൻജോയ് ചെയ്തോ, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ ഉള്ളത് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഓഡിബിൾ അല്ലേ? അതെ സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മൈക്ക് ഇടയ്ക്ക് മ്യൂട്ടായി പോകുന്നുണ്ടോ കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾ പറയാം എങ്ങനെയാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ? നമ്മൾ സാധാരണ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നതും ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ക്വിസിൽ പങ്കെടുക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെയുള്ളതൊന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2 ഡിവൈസ് അറ്റ് എ ടൈം ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളവരൊക്കെ യെസ് ടൈപ്പ് ചെയ്യാം. 2 ഡിവൈസ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഒരു ഡിവൈസിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുക, മറ്റൊരു ഡിവൈസിൽ കൂടി നിങ്ങളുടെ അടുത്തുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൊബൈലിൽ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നു, ലാപ്ടോപ്പ് അടുത്തുണ്ട്, ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു ലാപ്ടോപ്പ് അടുത്തുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യുക. പറഞ്ഞാൽ ഓക്കെ.
കാരണം അങ്ങനെയുള്ള ഒരു മോഡ് ക്വിസ് കൂടി നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ചോദ്യം എൻ്റെ സ്ക്രീനിലേക്ക് വരും, ഉത്തരം നിങ്ങൾക്ക് മറ്റേ ഡിവൈസിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ശരിക്കും അതാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ. നിങ്ങൾക്ക് 2 സ്ക്രീൻ വേണം. ആക്ച്വലി ഇത് കോളേജിൽ ഞാൻ വന്നിട്ട് അവിടെ നിങ്ങളുടെ ജനറൽ ഹാളിൽ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റ് ചെയ്ത ചോദ്യം നോക്കി ആൻസർ ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് ഈ ഒരു അടുത്ത് പറയാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം, അഥവാ അതിൻ്റെ പേര് കഹൂത്ത്, KAHOT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അപർണ മാത്രമേ ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് സൈറ്റ് കാണിച്ചു തരാനേ പറ്റും. ബാക്കി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഇതേപോലെ തന്നെ kahoot.com. വേറെ ആർക്കും ഇല്ല, പറഞ്ഞ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു വിതിൻ 2 or 3 മിനിറ്റ്സിൽ ഓണാക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലുള്ള രണ്ടാമത്തെ ഒരു ഡിവൈസ് കൂടി, അല്ലെങ്കിൽ വീട്ടിലെ വേറെ ആരുടെങ്കിലും ഒരു മൊബൈൽ ഫോണോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്ന് എടുക്കാമോ? ലാപ്ടോപ്പ് തന്നെ വേണമെന്നില്ല, നമ്മുടെ 2 മൊബൈലായാലും മതി. രണ്ടിലും കണക്ഷൻ ഉണ്ടാവണം. വിവേക് അപർണ 2 പേരേ ഉള്ളൂ. തിരാനാമിക ഇനി ആരെങ്കിലും ഉണ്ടോ? അപർണ, വിവേക, ആതിര, അനാമിക മാത്രമേ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പെട്ടെന്ന്. അപർണ, ഒന്ന് ലാപ്ടോപ്പും ഒന്ന് മൊബൈലും ആണോ? അപർണയുടെ ലാപ്ടോപ്പില് നെറ്റ് കണക്ഷൻ ഉണ്ട്, അതിൽ ഗൂഗിൾ മീറ്റ് കയറിയിട്ടില്ല. മൊബൈലിലാണ് ഗൂഗിൾ മീറ്റ്. റൈറ്റ്, അത് തിരിച്ചാണ്. ലാപ്പിലാണ് ഗൂഗിൾ മീറ്റിൽ. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പൊ 2 ഡിവൈസ് ഉള്ളത്. അപർണ ഒരു കാര്യം ചെയ്യും, അപർണയുടെ ഗൂഗിൾ മീറ്റിന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്ക് ഈ പ്ലാറ്റ്ഫോം അപർണയെ കൊണ്ട് ചെയ്യിക്കാം. എങ്ങനെയാണ് കഹൂത്തിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, അത് പ്ലേ ചെയ്യുക. അപ്പോൾ അപർണ ക്വിസ് മാസ്റ്റർ ആവും, ബാക്കി കുട്ടികളും അതിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഡിവൈസും മതി. അപ്പോൾ എൻ്റെ സ്ക്രീൻ കാണണമെന്നില്ലല്ലോ. അത് ചെയ്യാൻ പറ്റും അപർണയ്ക്ക്. നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ അപർണ ഒന്ന് സ്ക്രീൻ ഷെയർ കൊടുക്കുക. സ്ക്രീൻ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അപർണയുടെ ലാപ്ടോപ്പിൽ നമുക്ക് അപർണയ്ക്കൊരു കഹൂത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ 2 or 3 ചോദ്യം സെറ്റ് ചെയ്ത് അത് നമുക്ക് മറ്റു കുട്ടികൾക്ക് വേണ്ടി അപർണ ക്വിസ് മാസ്റ്റർ ആയിട്ട് ബാക്കി കുട്ടികൾക്ക് വേണ്ടി പങ്കെടുക്കാം. പോസിബിൾ ആണോ? ഞാൻ പറയുന്ന വോയിസ് കേട്ടിട്ട് അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, എവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ പറഞ്ഞു. ഹിര ടീച്ചറെ, കുട്ടികളൊന്നും ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, നെറ്റിലാഞ്ഞിട്ടായിരിക്കും.
ആ എല്ലാവരും ഒരു ക്ഷീണത്തിലിരിക്കുന്ന പോലെ ഉണ്ട്. എല്ലാരും ഒന്ന് ഇന്ററാക്ട് ചെയ്താലേ ലൈവ്ലി ആവുള്ളൂ കേട്ടാ. ഒന്ന് വീഡിയോയില് ഓൺ ചെയ്തിരുന്ന സാറിന് കാണാനും പറ്റും എല്ലാരെയും. കുഴപ്പമില്ല. അപർണ നെറ്റ്വർക്ക് ഓക്കെ ആണോ? ആതിര എങ്ങനെ 2 ഡിവൈസ് ലാപ്ടോപ്പും മൊബൈലും ആണോ? 2 മൊബൈലാണ്. അല്ല ഒന്ന് ലാപ്പ് ഒന്ന് ഫോണാണ്. ഓക്കെ, ഏതില ലാപ്പിലാണോ വീട്ടിൽ കയറിയിട്ടുള്ളത്? ലാപ്പിലാണ് ഗൂഗിൾ മീറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ ആതിരയോട് ചോദിച്ച ചോദ്യം അല്ല അപർണയോട് ചോദിച്ച ചോദ്യം ആതിരയ്ക്ക് ചെയ്യാമോ? ഓക്കെ സാർ ചെയ്യാം. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ താഴെ ഡോക്ടർ കെ സാജൻ പ്രസന്റിംഗ് എന്ന് കാണുന്നുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ യുവർ സ്ക്രീൻ എൻ്റയർ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓക്കെ, എൻ്റയർ സ്ക്രീൻ അതെടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ചെറിയ സ്ക്രീനിന്റെ നമ്മുടെ സ്ക്രീനിൽ ഒരു ചെറിയ മിനിയേച്ചർ ഉള്ളിൽ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പൊ ആ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിരുടെ സ്ക്രീൻ ഇങ്ങോട്ട് വരും. ഇത് നോക്കും. സ്ക്രീൻ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ടേ സാർ? ഷെയർ ഒന്നും ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഷെയർ ക്ലിക്ക് ചെയ്താൽ മതി. ഷെയർ ക്ലിക്ക് ആവുന്നില്ലേ? ഇല്ല, ക്ലിക്ക് ആവണില്ല. ഓക്കെ, അത് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു മിനിയേച്ചർ രൂപം കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ ആക്റ്റീവ് ആവും. ഓക്കെ, ഇപ്പൊ അതിരുടെ സ്ക്രീൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇനി അതിലെ ഗൂഗിളിന്റെ ഒരു പുതിയ ടാബ് തുറന്നു. അതില് കഹൂത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. KHOOT കഹൂത്ത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് kahoot.it എന്നാണെങ്കിൽ kahoot.com ആക്കി മാറ്റണം. kahoot.com രണ്ടാമത്തെ kahoot.com ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് kahoot.com ലേണിംഗ് ഗെയിംസ്. അത് സെലക്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഇപ്പോ ആതിരയുടെ സ്ക്രീൻ കാണാനുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ. ഇപ്പോൾ ആതിരയ്ക്ക് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആതിര ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമെങ്കിലും ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. കാരണം ക്വിസ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ 2 ഡിവൈസുള്ള കുറെ പേരുണ്ടാവണം. ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് ഇപ്പൊ ആതിര ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിനുവേണ്ടി സൈൻ അപ്പ് എന്ന് പറയുന്ന ബട്ടനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, സൈൻ അപ്പ് ക്ലിക്ക് ചെയ്തോളൂ. താഴെ ഒരു ഹൈഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അതല്ലെങ്കിൽ ആ ഒരു ഏരിയ കാണാൻ കഴിയും. അവരുടെ നെറ്റ്വർക്കും കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പൊ സ്ലോ ആയതാ. ഇത് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിരിക്കുകയാണോ? ഹോട്ട്സ്പോട്ട് ഷെയർ USB വഴി ടെതർ ചെയ്തേക്കും. ഓക്കെ. One second. Hello. അതെ. ഓക്കെ, എന്താണ് സൈൻ അപ്പ് വന്നില്ല അല്ലെ?
ലോഗിൻ എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോഗിൻ അത് എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ച് ലാഗ് വരുന്നത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു സാർ. നേരത്തെ പക്ഷെ കിട്ടിയിരുന്നു, ക്വിസിന്റെ സമയത്തൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റാഫ് പ്രസന്റിങ് കൊടുക്കും. ഞാൻ സ്ക്രീനിൽ തന്നെ ചെയ്യാം. എന്റെ സ്ക്രീൻ കാണാനുണ്ടോ അതോ ഞാൻ റെസ്യൂം ചെയ്യണോ പ്രസന്റേഷൻ? എന്റെ സ്ക്രീൻ കാണാമോ? ഓക്കെ. അപ്പൊ ഇതിപ്പോ കഹൂത്ത് എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ വേണ്ടി കുട്ടികൾ കയറുമ്പോൾ കാണുന്ന സ്ക്രീനാണ്. kahoot.it എന്നാണ് ഇതിൽ വരിക ഈ അഡ്രസ്സിൽ. അപ്പോൾ ഒരു ഗെയിം പിൻ പിൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചറുടെ ഗെയിം പിന്നിൽ കുട്ടിയെ ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. kahoot.com പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അതിയുടെ സ്ക്രീനിൽ കണ്ട പോലെ നമുക്ക് ഇതേപോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ പോയി. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ സൈനപ്പ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സൈനപ്പിന്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആസ് എ ടീച്ചർ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പൊക്കെ അവിടെ വരുന്നത്. ഇതുണ്ടല്ലോ ടീച്ചർ സ്റ്റുഡൻറ് പേഴ്സണൽ പ്രൊഫഷണൽ. അതിൽ ടീച്ചർ എന്നുള്ള അക്കൗണ്ടിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ടീച്ചർ എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ഞാൻ അങ്ങനെ ഒരു അക്കൗണ്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫിൽ ചെയ്യും. ഇതേപോലെ കുറച്ച് എന്തൊക്കെ ചോദിച്ചിട്ടുള്ളതില് അതിൽ ഹൈസ്കൂൾ ടീച്ചർ, ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്. ആദ്യം വന്നത് ടീച്ചർ, സ്റ്റുഡന്റ്, പേഴ്സണൽ, പ്രൊഫഷണൽ. ഓക്കെ, അതിൽ ടീച്ചർ എടുത്തു അല്ലേ? ഓക്കെ. പിന്നെ സ്കൂള്, ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്. അപ്പൊ അതിൽ സ്കൂൾ എടുത്തോളൂ. കാരണം നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പഠിക്കാൻ. നമ്മൾ ഇമെയിൽ ഇഷ്ടമാണോ ചെയ്യുന്നത്? അതെ, ഇമെയിൽ അല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്താലും നേരെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് കാരണം അത്ര വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് കഹൂട്ട്. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് ക്വിസിനേക്കാളും രസകരമായിട്ട് തോന്നുന്ന ഈ പ്ലാറ്റ്ഫോം ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി കളർഫുള്ളാണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. കുറെ ബ്രൈറ്റ് കളേഴ്സ് ഇതിൽ ഉപയോഗിക്കേണ്ട ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഓൺലൈൻ ക്വിസുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ ഭംഗിയുണ്ടാവും. പക്ഷെ ഇതിൽ ഇങ്ങനെ കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരും. പിന്നീട് നമ്മൾ പേ ചെയ്യാനൊക്കെ പറയും. അതിലൊന്നും പോകണ്ട. നിങ്ങൾ ഫ്രീ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫ്രീ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രീ ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഞാൻ നേരത്തെ മുന്നേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒരു കാര്യം ചെയ്യാം. ആദ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിലെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്പീഡ് പോകുന്നുണ്ടാവും. കാരണം ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കൂടി കുറച്ച് ഡാറ്റ എടുക്കുന്നുണ്ടല്ലോ. അതായിരിക്കണം ഷെയർ ചെയ്യുമ്പോൾ സ്പീഡ് പറയുന്നത്. വന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ നെറ്റ് സ്ലോ ആവണം സർ. അതാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കുറച്ച് ഡാറ്റ എടുക്കുന്നുണ്ടോ. സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമില്ല. എല്ലാവർക്കും ആ ഒരു സ്റ്റെപ്പിലൂടെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നുകൂടി റെസ്യൂം ചെയ്യാം.
എല്ലാവർക്കും അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. കഹൂത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൈ കഹൂത്തിൽ ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇന്റർനാഷണലി ആരൊക്കെയാണെങ്കിൽ ക്വിസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ബയോളജി എന്ന പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് അല്ല, ഇതിപ്പോ എൻ്റെ അക്കൗണ്ടിലാണ് സെർച്ച് ചെയ്യുന്നത്. ഹോമിൽ പോയിട്ട് ഹോം ഏരിയയിൽ പോയിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സലായിട്ട് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കഹൂത്തൊക്കെ കാണാം. ഇവിടെ ഞാൻ 20ഓളം ചോദ്യങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് ഈ 20 ചോദ്യങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല. പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ഡിവൈസ് വേണം. ഇപ്പോൾ ICT വർക്ക്ഷോപ്പ് ക്വിസ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് റിസർച്ച് എമ്മഡുകാർക്കുള്ള ഒരു സാധനമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാനത് എൻ്റെ സ്റ്റെപ്പ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെർച്വൽ ക്ലാസ് റൂമിന് വേണ്ടിയിട്ടാണോ സെൽഫ് ബേസ്ഡ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ വെർച്വൽ ക്ലാസ് റൂമിന് വേണ്ടി ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഒരു പ്ലെയർ വേറൊരു പ്ലെയറോട് കളിക്കുന്ന രീതിയാണ് ക്ലാസിക് മോഡ്. അത് തന്നെ മതി. ഇതിലാണ് ടീം മോഡാണ്. ടീം മോഡ് എന്ന് വെച്ചാൽ നമ്മൾ 2 ടീമാക്കി മാറ്റണം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഗെയിം പിൻ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചിരുന്നു. kahoot.it എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഈ ഗെയിം പിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഗെയിമിലേക്ക് ഇപ്പോൾ ജോയിൻ ആവും. പക്ഷെ അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യവും ഉത്തരവും ഈ സ്ക്രീനിലെ വരും. നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി കയറിയ ഈ പ്ലാറ്റ്ഫോമിൽ ആൻസറിൻ്റെ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചോദ്യം ഉണ്ടാവില്ല. ഓപ്ഷൻസിനുള്ള കളറോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ മാത്രം. അപ്പോൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് ആൻസർ സബ്മിറ്റ് ചെയ്യാനേ പറ്റും. അപ്പോൾ നമുക്ക് 2 ഡിവൈസിൽ അത് പ്ലേ ചെയ്യാൻ പറ്റും. ദെൻ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അഗൈൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നേരത്തെ ക്വിസിൽ കണ്ട പോലെ തന്നെ ന്യൂ കഹൂത്ത് പറഞ്ഞ ചോദ്യമാണ്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 20 സെക്കൻഡാണ് ഒരു ചോദ്യത്തിന്. ഇവിടെ ചോദ്യം ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫോർമുല ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ മുകളിലുണ്ട്. ചിഹ്നങ്ങൾ, സ്പെഷ്യൽ മാത്സ് ഇക്വേഷൻ എഡിറ്റർ തുടങ്ങിയ സാധനങ്ങൾ മുകളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജസ്റ്റ് ചോദ്യം അതേപോലെ അടിക്കുക, ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആൻസറുകൾ ടൈപ്പ് ചെയ്യുക. ആഡ് ആൻസർ എന്നുള്ളത് ആൻസറുകൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഇമേജ് ആയിട്ടും നമുക്ക് ആൻസർ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യണം. എന്ന രീതിയിൽ നമുക്ക് ചോയ്സ് ഒക്കെ അടിച്ച് സേവ് കൊടുത്തു കഴിഞ്ഞാൽ 20 സെക്കൻഡാണ് ടൈം. 1000 പോയിന്റാണ് ഈ ചോദ്യത്തിനുള്ളത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇപ്പോൾ ഇത് ഡൺ കൊടുക്കുന്നത് എല്ലാ ചോദ്യം അടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം അടിക്കണമെങ്കിൽ ആഡ് ക്വസ്റ്റ്യൻ അടിക്കാം. എഗെയിൻ ക്വസ്റ്റ്യൻ തന്നെ പല ഫോർമാറ്റിൽ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആൻസർ ടൈപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, ഇതേപോലെ പസിൽസ് അങ്ങോട്ട് മൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പോൾ ക്വസ്റ്റ്യൻ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഞാനിപ്പോൾ ക്വിസ് ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത 2ാമത്തെ ചോദ്യം അടിക്കാനുള്ള സ്ഥലമാണ്. 1ാമത്തെ ചോദ്യം, 2ാമത്തെ ചോദ്യം. ഈ ഒരു പ്ലാറ്റ്ഫോമാണ്, രീതിയാണ് ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്നാണ് ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇപ്പോൾ 2ാമത്തെ ചോദ്യം കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ചോദ്യം നമ്മൾ ഒന്നെങ്കിൽ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അതാണ് ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാനുള്ളത്. ഇതിനേക്കാളും എന്താ പറയുക, സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ പക്ഷേ എന്താ പറയുക, നമുക്ക് ഒരു ഗെയിം മോഡൊന്നും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്.
ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വളരെ നല്ല ഫെമിലിയർ ആയിരിക്കും. ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കും. പക്ഷെ ഗൂഗിൾ ഫോമിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പരീക്ഷ നടത്താൻ, ഇവന്റ് രജിസ്ട്രേഷൻ, അറ്റൻഡൻസ്, ഡാറ്റ ഫില്ലിംഗ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് റെസ്പോണ്ട് ചെയ്യാമോ? ഡു യു നോ ഹൗ ടു ക്രിയേറ്റ് ഗൂഗിൾ ഫോം? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തവരൊക്കെ ഉണ്ടോ ഇതിൽ? ഉണ്ട്. കുറച്ച് പേര് യെസും പറഞ്ഞു, നോയും പറഞ്ഞിട്ടുണ്ട്. രേഷ്മയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ജ്വാല ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആദ്യ പറഞ്ഞൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വിവേക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് പറഞ്ഞു തരാം. അപ്പൊ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ അസസ്മെന്റ് ടൂൾ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചില എമ്മഡുകാർക്കൊക്കെ ആണെങ്കിൽ അത് ഡാറ്റ കളക്ഷൻ ടൂൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ്, പരീക്ഷ നടത്തേണ്ടത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ക്വിസ് നടത്തിയ പോലെ തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് വലിയ ചോദ്യങ്ങൾ കൂടി ആഡ് ചെയ്യാവുന്ന രീതിയിൽ. ഇതിനു വേണ്ടി നമ്മൾ പോകേണ്ട അഡ്രസ് എന്ന് പറയുന്നത്, ഗൂഗിളിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്യേണ്ട അഡ്രസ് ഇതാണ്, forms.google.com. ഈ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്, forms.google.com. അല്ലെങ്കിൽ ഈ 9 ഡോട്ട്സിൽ ഗൂഗിൾ ആപ്സിന്റെ ലിസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, കാരണം നിങ്ങൾ സാധാരണ അക്കൗണ്ടിൽ ഈ ഗൂഗിൾ ഫോം ഇങ്ങനെ കാണില്ല. കണ്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് ഇത് എടുക്കാൻ 2 വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്, forms.google.com. മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ പോവാം. ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ഈ പ്ലസ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഗൂഗിളിൻ്റെ ഒരുപാട് അപ്ലിക്കേഷൻ അതിൽ കിടക്കുന്നുണ്ട്. അതിൽ ന്യൂ എന്ന് പറയുന്ന മോറിൽ ഇതവിടെ ഗൂഗിൾ ഫോം കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഗൂഗിൾ ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പല രീതികളുണ്ട്. ഒന്നെങ്കിൽ forms.google.com പോയിട്ട്, അല്ലെങ്കിൽ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ forms.google.com കയറിയ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്താണ് ടൈപ്പ് ചെയ്യാൻ പോണത്? നമ്മളൊരു കൊമേഴ്സിൻ്റെ ഒരു എക്സാമിനേഷനാണ് ചോദിക്കുക. കൊമേഴ്സിൻ്റെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും, എനിക്ക് ചോദ്യങ്ങളൊന്നും അറിയില്ല. കൊമേഴ്സ് ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ കൊമേഴ്സ് ടെസ്റ്റ് എന്ന് എഴുതും. ഇനി ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതൊരു പരീക്ഷയുണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നെയിം, പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ പേര് നമുക്കറിയണ്ടേ. അപ്പം അതിനുവേണ്ടി ഒന്നാമത്തെ ചോദ്യം എപ്പോഴും പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ പേര് അറിയാനുള്ളതായിരിക്കണം. അപ്പോൾ ഞാൻ നെയിം എന്ന് അടിച്ചു. അപ്പോൾ നെയിം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നേരെയുള്ള ഡൗൺ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിനെ ഷോർട്ട് ആൻസർ ആക്കി മാറ്റാൻ പറ്റും. ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ഇതെല്ലാ കുട്ടികളും ആൻസർ എഴുതേണ്ട ഒരു ചോദ്യമായതുകൊണ്ട് ഇത് റിക്വയർഡ് എന്ന് പറയുന്ന ബട്ടൺ ഇങ്ങോട്ട് നീക്കി. അപ്പൊ ഇതിന്റെ മീതെ ഒരു സ്റ്റാർ മാർക്ക് വരും. പിന്നെ അടുത്ത ചോദ്യം ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, +2 ആണോ +1 ആണോ, ഡിവിഷൻ, ക്ലാസ് ആൻഡ് ഡിവിഷൻ ഒക്കെ ചോദിക്കും. അഗെയിൻ അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, അതും റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നെയിം ഓഫ് സ്കൂൾ വേണമെങ്കിൽ അത് നമ്മൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ കുറയ്ക്കുകയാണ് എപ്പോഴും നല്ലത്, കാരണം കുട്ടികളൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്യണ്ട. അപ്പോൾ ചോദ്യങ്ങൾ എപ്പോഴും കുറയ്ക്കാനല്ലോ. പിന്നെ ഈ ഓൺലൈൻ ടെസ്റ്റുകളിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇമെയിൽ ID ആണ്. കാരണം ഇമെയിൽ ID ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇമെയിൽ ID ഇല്ലാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ ID നിർബന്ധമായിട്ട് ചോദിക്കണമെന്നില്ല. ഇല്ലെങ്കിൽ ഇത് മതി, ഈ നെയിമും ക്ലാസ് ആൻഡ് ഡിവിഷൻ മതി. ജനറൽ ചോദ്യം വേണമെങ്കിൽ റോൾ നമ്പർ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് വേണം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു ചോദ്യം പറയാമോ? ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്താലും മതി, കാരണം ടൈപ്പ് ചെയ്യാൻ എനിക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കാം, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ആഡ് ചെയ്യാം. ഒരു പുതിയ ചോദ്യം ആഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ പ്ലസ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ആഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു ചോദ്യം അടിച്ചു കഴിഞ്ഞാൽ അതിനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചോദ്യം അടിക്കാൻ നേരത്തെ അടിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ, ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കൊമേഴ്സിൽ അങ്ങനെ ചോദ്യം ഉണ്ടാവില്ല. ഇങ്ങനൊരു ചോദ്യം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ 1
എന്നുള്ളതിൽ അവിടെ നമുക്ക് റൈറ്റ് ആൻസർ അടിക്കണമെന്നില്ല. അവിടെ വേണമെങ്കിൽ റോങ് ആൻസറിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ആഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ആക്റ്റീവ് ആയിട്ട് വരും. അതിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞാൽ ആഡ് ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് അടുത്ത ആൻസർ അടിക്കാനുള്ള ഓപ്ഷനാണ്. അഗെയിൻ ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതും ടൈപ്പ് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും അല്ലാത്തൊരു ആൻസർ കുട്ടിക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് അതർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആഡ് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആഡ് അതർ എടുത്തിട്ട് കുട്ടിക്ക് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുണ്ടാവും. പിന്നെ ഒന്നിലധികം ആൻസർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മൾട്ടി സെലക്ട് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്താൽ ഒന്നിലധികം റൈറ്റ് ആൻസർ വരുന്നത് സെലക്ട് ചെയ്യും. പിന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ മെനു ഒക്കെ വരും. അതൊക്കെ സർവേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരം ബാക്കി ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടി ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ കാണിച്ചു. അപ്പോൾ ഇതൊരു പേഡ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റി ഇതിൽ റൈറ്റ് ആൻസർ ഏതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു സർവേ മോഡലാണ് ഇരിക്കുന്നത്. ഇതൊരു അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ മോഡലല്ല. ഇത് സർവേ മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ റൈറ്റ് ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിനെ ടെസ്റ്റ് മോഡിലേക്ക് മാറ്റും. ടെസ്റ്റ് മോഡിലേക്ക് മാറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് സെറ്റിംഗ്സ് ബട്ടണിലാണ്. സെറ്റിംഗ്സ് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്വിസസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ദിസ് എ ക്വിസ് ഓൺ ആക്കാം. അപ്പോൾ മേക്ക് ദിസ് എ ക്വിസ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓരോ കുട്ടിക്കും റിസൾട്ട് അപ്പം തന്നെ അറിയണോ അതോ പിന്നീട് അറിഞ്ഞാൽ മതിയോ, മിസ്ഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസറൊക്കെ കുട്ടി പിന്നീട് കാണണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം, വേണമെങ്കിൽ അല്ലെങ്കിൽ ഓഫാക്കാം. ഇതൊക്കെ ചെയ്ത് സേവ് കൊടുക്കും. ഇപ്പൊ നോക്കാം, ഇപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വന്നത്? ഇവിടെ ഒരു ആൻസർ കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നു. നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല. ഇത് ക്വിസ് ആക്കിയപ്പോൾ ആൻസർ കീ വന്നു. അപ്പോൾ ആൻസർ കീയിൽ പോയിട്ട് നമ്മൾ റൈറ്റ് ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിന്റെ നേരെ ടിക്ക് മാർക്ക് വരും. ഒന്നിലധികം റൈറ്റ് ആൻസർ ഉണ്ടെങ്കിൽ ഇവിടെയും അത് ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ ഇതിന്റെ ഈ കേസിൽ അത് വരില്ലല്ലോ. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. പിന്നെ എത്ര മാർക്കാണ് ഈ ചോദ്യത്തിന് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 മാർക്കാണോ 2 മാർക്കാണോ 10 മാർക്കാണോ എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇതിന് 2 മാർക്കാണ് ഈ ചോദ്യത്തിന് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് മാർക്കോടുകൂടി ചോദ്യം വരും. ഇനി അടുത്തൊരു ചോദ്യം എനിക്കൊരു ഷോർട്ട് ആൻസർ ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് മാറ്റിയിട്ട് ഷോർട്ട് ആൻസർ ഡിഫൈൻ ബാങ്കിങ് കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ. അതിന് ആൻസർ കീയിൽ എനിക്ക് മാർക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ മാനുവലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഡിഫൈൻ ബാങ്കിങ്ങിന് ഒരു 5 മാർക്ക് വേണോ അറിയില്ല. അവർ 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ഓൾ അതർ ആൻസേഴ്സ് ആർ ഇൻകറക്റ്റ്. ഈ ഡിഫൈൻ ബാങ്കിങ്ങിന് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആൻസർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലാത്തതൊക്കെ തെറ്റെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ഷോർട്ട് ആൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യം വേണമെങ്കിൽ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്യണമെങ്കിൽ, വളരെ വിശാലമായ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആണ് നല്ലൊരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അഗെയിൻ ആൻസർ കീ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പോയിന്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആൻസർ കീയിൽ ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 10 മാർക്കാണ് ഇത് വെച്ചിട്ടല്ല, 10 മാർക്കാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് സ്കോർ കൊടുത്തു പോകാം. പക്ഷെ ഇതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മാനുവലി തന്നെ വാല്യൂ ചെയ്യണം. പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ ചെയ്യും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാം. വേണമെങ്കിൽ ഇതിലൊരു തീമൊക്കെ കൊടുക്കാം. ഒരു ചിത്രം ആഡ് ചെയ്യാം. ചൂസ് എൻ ഇമേജ്. തീം ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെയുള്ള ഈ വയലറ്റ് കളറിന് പകരം റെഡ് കളർ വേണമെങ്കിൽ അതൊക്കെ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റോസ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ മാറ്റി വേറെ ഇത് കിട്ടുന്ന കുട്ടിക്ക് ആ രീതിയിലൊക്കെ ഇത് കാണാം.
പിന്നെ ഇവിടെ തീം ഓപ്ഷൻസ് എൻ്റെ ഈ അക്കൗണ്ടിൽ വർക്ക് ആവില്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് തീമുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ആ ഓപ്ഷൻ ഇല്ല. എനിക്കതിന് പകരം എന്തെങ്കിലും ഒരു ഇമേജ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹെഡറായിട്ടൊരു ഇമേജ് വരും. ഇങ്ങനെ നമുക്ക് ആ ഗൂഗിൾ ഫോമിനെ കുറച്ചുകൂടെയൊക്കെ ഭംഗിയാക്കാം. പിന്നെ ഇതെങ്ങനെ ഉണ്ടാവും, കുട്ടിക്ക് ഇത് ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ കുട്ടി ഇത് കാണുന്നത് ഇങ്ങനെയാണ്. നമ്മളോട് ചുവപ്പ് കളറുള്ളത് തീമിൻ്റെ കളർ അനുസരിച്ച് മഞ്ഞയാക്കി. ഓക്കെ, നെയിം, ക്ലാസ് ഡിവിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആൻസർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയണമെങ്കിൽ ഇതിലിപ്പോൾ ആരെങ്കിലും ആൻസർ ചെയ്താലേ പറ്റും. അപ്പം ഞാൻ ഇതിലിപ്പോൾ 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ആൻസറും എസ്സേയും ക്വസ്റ്റ്യൻ ഞാൻ റിമൂവ് ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ അല്ലേ, ഒറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം നെയിം, ക്ലാസ്, ഡിവിഷൻ, ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഈ ചോദ്യം ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് സെൻഡ് ചെയ്യുന്ന രീതിയാണ് ഇനി പറയുന്നത്. സെൻഡ് ചെയ്യാൻ വേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. അതിലെ ഒരു ഓപ്ഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിലായിട്ട് സെൻഡ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്ത് ഓരോ കുട്ടിക്ക് ഇത് ഇമെയിൽ അയച്ചു കൊടുക്കാം. ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ മെത്തേഡ് കിട്ടും. അടുത്ത മെത്തേഡ് ലിങ്കായിട്ട് സെൻഡ് ചെയ്യാം. ഇതാണ് നല്ല മെത്തേഡ്. അപ്പോൾ വളരെ വലിയൊരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്ത് ചാറ്റ് ബോക്സിൽ വെച്ച് ഇത് കുറച്ചുകൂടി ഷോർട്ടൻ ചെയ്യാം. ഷോർട്ടൻ URL. അപ്പോൾ കുറച്ചുകൂടി ചെറിയ ലിങ്കായി ഇത് കോപ്പി ചെയ്യാം നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ. അതെ, കുറേ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. GST ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ചോദ്യം ഇവിടെ പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്കിത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അതൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ എടുക്കേണ്ടത് ചോദിക്കേണ്ട ഇടയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറയാം. ആൻസർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറയാം. മറ്റു ചോദ്യം ഉള്ളതിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. 2 പേര് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ ടീച്ചർക്ക് കാണാൻ പറ്റും. കുട്ടികളിങ്ങനെ ആൻസർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ 3 പേര് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിലിപ്പോൾ പ്രിൻസിപ്പളോ HOD പറയാണ് നിങ്ങളുടെ പരീക്ഷ നടത്തി എൻ്റെ മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈസി മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ മാനുവലി വാല്യൂ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് കമ്പ്യൂട്ടർ തന്നെ വാല്യൂ ചെയ്ത് അവർക്ക് മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആൻസർ ചെയ്ത 8 കുട്ടികൾക്കും അവരുടെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര മാർക്കാണ് വന്നതെന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും അവിടെ വന്നില്ല. താങ്ക് യു ഫോർ റെസ്പോൺസ് എന്നോ എന്തായിരിക്കും വന്നിട്ടുണ്ടാവും. അതും നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൺഫർമേഷൻ മെസ്സേജിലെ ഡിയർ കൊമേഴ്സ് സ്റ്റുഡൻസ് of SNM school, your examination is over. Congratulations. Your commerce teacher. എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയും. പിന്നെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ പ്രസന്റേഷൻ്റെ അവിടെ ഉണ്ട് എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ്. എന്നുവെച്ചാൽ തെറ്റിപ്പോയി പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ടെക്സ്റ്റ് റെസ്പോൺസസ് കാണാൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു കുട്ടികളുടെ റെസ്പോൺസ് വരെ കുട്ടി കാണും. ദെൻ ഇത് സീരിയസ് എക്സാമിനേഷൻ ആണ്, ലിമിറ്റഡ് ടു 1 റെസ്പോൺസ്. എന്നുവെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു തവണ അറ്റൻഡ് ചെയ്യാൻ പറ്റാൻ പാടുള്ളൂ എന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഈ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ 14 കുട്ടികൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്.
ഈ 14 കുട്ടികളുടെ റെസ്പോൺസ് നമുക്ക് നോക്കാം. വെറുതെ റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, ഇവിടെ ഒരു ഗ്രാഫൊക്കെയാണ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, പിന്നെ കുട്ടികളുടെ പേര്, ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു പരീക്ഷ നടത്തി കിട്ടുക, ഇതൊരു സർവേയുടെ റിസൾട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പം ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതിൻ്റെ റിസൾട്ട്, ഇതിപ്പോൾ സമ്മറിയാണ്, ഇൻഡിവിജ്വൽ എടുക്കുക. ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെ പേര്, ഇപ്പോൾ സരിത എന്ന് പറയുന്ന കുട്ടി B.Ed ആണ് ക്ലാസ്, ആ കുട്ടി ഈ ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് എഴുതി, ആ കുട്ടിക്ക് മാർക്ക് 2 ഔട്ട് ഓഫ് 2 പോയിന്റ്സ് കിട്ടി. ഇത്രയും കാര്യം ഓരോ കുട്ടിയുടെ കിട്ടും. അതെനിക്ക് അങ്ങനെയല്ല വേണ്ട, എനിക്ക് എല്ലാ കുട്ടികൾക്കും റിസൾട്ട് ഒരുമിച്ച് കിട്ടും. അതിനത് ഈ ഒരു ഐക്കൺ, ഇവിടെ മുകളിലൊരു ഗ്രീൻ ഐക്കൺ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഐക്കൺ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ആയിട്ടൊരു മാർക്ക് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങളാരും തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് നോക്കിയില്ല, വെറുതെ ശ്രമത്തിന് വേണ്ടിയിട്ടെങ്കിലും തെറ്റായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്നാരും ട്രൈ ചെയ്ത് നോക്കിയില്ല, നോക്കേണ്ടതായിരുന്നു. ഇനിയും ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം, തെറ്റിച്ചടിച്ച് നോക്കാം എന്ത് സംഭവിക്കണമെന്നുള്ളത്. ഒരു സെക്കൻഡ്. ഹലോ, അതും വേണ്ട, മെയിലിൽ നോക്കിയാൽ ഹലോ, ഓക്കെ. ഇപ്പോൾ ഈ ടെസ്റ്റ് ഇതൊക്കെ തെറ്റിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. തെറ്റിച്ചു കൊടുക്കുമ്പോൾ അത് 0 പോയിന്റ് തന്നെയാണ് വരുന്നത്. നോക്കാം, രാഹുൽ ഗാന്ധിയും തെറ്റിച്ചു കൊടുത്താൽ 0 പോയിന്റ് കിട്ടും. അപ്പോൾ 2 മാർക്കിൽ 2 മാർക്കും കിട്ടിയോ? അപ്പോൾ ഇതാണ് മാർക്ക്, ഇത് സമയമാണ്. ഈ സമയം കോളം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി ഇത്രയും കാര്യങ്ങളെടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം കോപ്പി ചെയ്ത് നമുക്കൊരു എക്സൽ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് മാർക്ക് സബ്മിറ്റ് ചെയ്യാം, പ്രിൻസിപ്പൾക്ക് മാർക്ക്. ഇതിപ്പോൾ ഒരു ചോദ്യമായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിൽ ഒരു 10 ചോദ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആഡ് ചെയ്ത സ്കോർ തന്നെ അവിടെ വരും. അപ്പം അങ്ങനെ ഒരു എക്സൽ ഷീറ്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫയൽ ഡൗൺലോഡ് ആസ് എക്സൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അല്ല, ഇന്ന് എന്തൊക്കെ ഓരോരോ ഐറ്റം കൂടി ഉണ്ടായിരുന്നു. ഒരു രസകരമായിട്ടൊരു സാധനം കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. അതർവൈസ് വി ഗോ ഫോർ ദ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എന്ത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്? എന്താ ചെയ്യണ്ടേ സാറേ? ടൈം സെറ്റ്. ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്ന സൗണ്ട് കുറച്ച് കുറവാണ്. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ടൈം സെറ്റ് ചെയ്തിട്ട് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ പരീക്ഷ തീർക്കണം, അതാണോ ഉദ്ദേശിച്ചത്? അതോ ഒരു ചോദ്യം ഇത്ര സമയത്തിനുള്ളിൽ എഴുതണം? അതല്ല, ഇത്ര സമയത്തിനുള്ളിൽ ഒരു കുട്ടി പരീക്ഷ എഴുതി തീരണം എന്നുള്ള ഒരു ടൈം ലിമിറ്റ് വെക്കണം. അതിന് ഒരു സെക്കൻഡ്, എനിക്കിപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ യെസ്, മൊബൈൽ വീഡിയോ ക്രിയേഷൻ ടൂൾസ് കൂടിയുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളിപ്പോൾ ഈ പരീക്ഷ കൊമേഴ്സ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ ടെസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നാളെ രാവിലെ 10 മണിക്കാണ് ഇതിൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലോ മറ്റോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലിങ്ക് എടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് നാളെ രാവിലെ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ, വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നാളെ രാവിലെ 10 മണിക്ക് ആ ലിങ്ക് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുട്ടികളോട് പറയുന്നു, പരീക്ഷയുടെ സമയം കൃത്യം 30 മിനിറ്റാണ്.
30 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡേ ചെയ്യാൻ പറ്റും. അത്രയും പറഞ്ഞു കഴിഞ്ഞു. എവിടെ പോയി നമ്മുടെ ലിങ്ക്? അത്രയും പറഞ്ഞു കഴിഞ്ഞ് കുട്ടികൾ കയറി ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും വാച്ച് നോക്കിയിരിക്കണം. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആകെ ചെയ്യേണ്ടത് റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്നുള്ളത് ഇങ്ങോട്ട് നീക്കി വയ്ക്കും. നോട്ട് ആക്സെപ്റ്റിംഗ് റെസ്പോൺസ്. ഇനിയിപ്പോൾ ആരെങ്കിലും ആ ലിങ്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പറ്റുണ്ടാവില്ല. ദിസ് ഫോം വിൽ നോട്ട് ബി അവൈലബിൾ നോ, വിൽ നോട്ട് ആക്സെപ്റ്റ് എനി മോർ റെസ്പോൺസസ് എന്നോ എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. അതിൽ ട്രൈ ചെയ്ത് നോക്കിയോ ഈ ലിങ്കിൽ ഒന്നുകൂടി ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്? എന്താണ് കണ്ട റെസ്പോൺസ് എന്ന് പറയാമോ? ഹലോ, ഓക്കെ, നോ ലോങ്ങർ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ്. ഇതാണ് ഇതിലുള്ള ഗൂഗിൾ ഫോമിലുള്ള ഇതൊരു ലിമിറ്റേഷൻ കൂടിയാണ്. പിന്നെ ഇതുപോലെ എക്സ്റ്റൻഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത എക്സ്റ്റൻഷൻസ് ഒന്നും അത്ര സക്സസ്ഫുൾ അല്ല. ടൈമർ ഫോർ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത് ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് അത്ര സക്സസ്ഫുൾ അല്ല. ആഡ്-ഓൺസ് ഗൂഗിൾ ഫോമിലൊരു ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി വർക്ക് സ്പേസിൽ കുറേ എണ്ണം ഉണ്ട്, പക്ഷെ ഒന്നും അത്ര സക്സസ്ഫുൾ. ഗൂഗിൾ ഫോം ടൈമർ ജിലാപ്പിഡ്, അത് GC2കാർക്കുള്ളതാണ്, പക്ഷെ അതും അത്ര സക്സസ്ഫുൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ട് പരീക്ഷ നടത്താൻ ബെസ്റ്റ് ക്വിസിസ് ആണ് ഗൂഗിൾ ഫോമിനായിട്ട്. അതിലും നമുക്ക് ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൃത്യം ഓരോ ചോദ്യത്തിനും നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ലെങ്കിലുള്ള മെത്തേഡ് ഇതേ ഉള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാളെയും മറ്റന്നാളൊക്കെയുള്ള സെഷൻസ് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ, ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റേഷൻ വീഡിയോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെയാണ്. അപ്പൊ അതില് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയുടെ സെഷൻ ഇന്ന് ഞാൻ കുറച്ച് സമയമുള്ളതെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. മൊബൈൽ ഫോണിൽ ഇതിന് വേണ്ട അപ്ലിക്കേഷനൊക്കെ ഞാൻ പറയാം. ബാക്കി നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നാളെ ചെയ്യും. നാളത്തെ സെഷൻ കുറച്ചുകൂടി ടൈറ്റാണ്, ഷെഡ്യൂള് കുറച്ചും ടൈറ്റാണ്. മൊബൈൽ ഫോണിൽ നമുക്ക് AZ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, AZ സ്ക്രീൻ റെക്കോർഡർ, ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം. അതേപോലെ ഞാൻ ഇന്നലെ പറഞ്ഞ ഓഫീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതുണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡർ ഉണ്ടായാലും ഏതാണ്ട് ചെയ്യാം, ഏതാണ്ടേ പറ്റും, വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. AZ സ്ക്രീൻ റെക്കോർഡർ ആണ് അതിലത്തെ ഒരു ബെസ്റ്റ് വൺ. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. AZ സ്ക്രീൻ റെക്കോർഡർ എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് അമർത്തിയാൽ തന്നെ സൈഡിൽ അത് ഓപ്പൺ ആയി കിടക്കും. ഈ ഒരു ബട്ടനാണ് അത് ഓപ്പൺ ആയതിൻ്റെ തെളിവ്. അതിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി അതിൽ നമ്മളിനി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ പവർ പോയിന്റ് പ്രസന്റ് തന്നെയുള്ളത് പവർ പോയിന്റ് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരു വീഡിയോ, നല്ലൊരു എന്താ പറയുക, ഒരു ടീച്ചിങ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ B.Edന്റെ ഒരു കണ്ടന്റാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളാവുമ്പോൾ സ്കൂളിൽ ഏതെങ്കിലും കണ്ടന്റ് എടുത്തിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇനി നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ വെക്കാൻ പാടില്ല. എവിടെയെങ്കിലും ഒന്ന് ഒരു സ്റ്റാൻഡ് പോലെയുള്ള എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചാൽ നല്ലത്. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, നിലത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേണ്ടത് നമ്മളെ കാണണം. കാരണം ഇപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വോയിസ് റെക്കോർഡ് ആവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കുട്ടി കാണണം. അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഈ AZ റെക്കോർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. AZ റെക്കോർഡർ എടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാം, ഈ സ്ക്രീനിൽ എന്നെ കാണാം. ഇവിടെ ടേബിൾ കിടക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്രെയിമൊക്കെ ഒന്ന് നോക്കാം.
ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ടാ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇളകിക്കളയും. ഇപ്പൊ ഒരു സാറ്റിസ്ഫൈഡ് പൊസിഷനൊന്നല്ല ഇതിപ്പോ വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഹാഫ് പോർഷൻ കാണണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുക. പിന്നെ വേറെ ആ ഫ്രെയിമിൽ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള എലമെന്റുകളൊന്നും ഉണ്ടാകരുത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ദെൻ അതിലൊരു മൊബൈലിൽ നമ്മുടെ എന്താ പറയാ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ആ മൈക്ക് എൻ്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യും. പിന്നെ വേണ്ടത് ഇതിന്റെ ക്യാമറയും മൊബൈൽ ഫോണിന്റെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് വേണം ഇനി സംസാരിക്കാൻ തുടങ്ങാൻ. അങ്ങനെ ഒരു എലമെന്റ് കൂടിയുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഈ സ്ക്രീൻ പോലെ കാണുന്ന ഈ സ്ഥലത്ത് ഇനി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരാൻ പോവാണ്, മാറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് വരാൻ പോവാണ്. അപ്പോൾ അത് ആ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന കാര്യമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഈ പറയുന്നതൊക്കെ റെക്കോർഡാവും. ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതൊക്കെ റെക്കോർഡാവും. ഇനി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് ഇതിനെ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ആദ്യം മാറ്റി. ഒരു സെക്കൻഡ്, ഞാനൊരു ക്ലാസ്സിലായിരുന്നു, കഴിഞ്ഞിട്ട് വിളിച്ചത്. ഇവിടെ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുകളിൽ കണ്ടല്ലോ, ആ ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്ക്രീനിൽ, ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും കുട്ടികൾ കാണില്ല. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഐക്കൺ പോലും കാണില്ല. ഇതൊരു വാട്ടർമാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്, എൻ്റെ വീഡിയോ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു വാട്ടർമാർക്ക് കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന താഴെയുള്ള ടാസ്ക് ബാറും കാര്യങ്ങളൊന്നും റെക്കോർഡിൽ വരില്ല. മുകളിൽ കാണുന്ന ഇതൊന്നും റെക്കോർഡിൽ വരില്ല. ആക്ച്വലി മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇനി റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അഗെയിൻ ആ ഐക്കണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലെ ബട്ടൺ ടച്ച് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് നൗ, ഇത് റെക്കോർഡ് ചെയ്യാൻ പോവാണെന്നുള്ളൊരു വാചകം വരും. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുത്ത കൗണ്ട് ഡൗൺ ഉണ്ടാവും. 3, 2. ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കും. എന്താണ് ഇന്റലിജൻസ്? നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. ഇന്റലിജൻസ് ഞാൻ ചില സൂചനകൾ നൽകാം. ഒരു സൂചനയുണ്ട്. ഇന്റലിജൻസ് പറയുന്നത് കപ്പാസിറ്റി ടു ഡാഷ് ഫ്രം എക്സ്പീരിയൻസ്. ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിക്കാം. കപ്പാസിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്. മറ്റൊരു കാര്യം കൂടി ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഡാഷ് സക്സസ്ഫുള്ളി ടു വൺസ് എൻവയോൺമെന്റ്. ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു ഡാഷ് സക്സസ്ഫുള്ളി ടു വൺസ് ഓൺ എൻവയോൺമെന്റ്. അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയാമോ? അഡാപ്റ്റ് സക്സസ്ഫുള്ളി. ഇതാണ് ഇന്റലിജൻസിന് കൊടുക്കാവുന്ന ഒരു നല്ല ഒരു ഡെഫിനിഷൻ. ഇന്റലിജൻസിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്റലിജൻസിനെ കുറിച്ചൊരു കോമൺ കൺസെപ്റ്റ്, എന്താ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഇന്റലിജൻസ് ഇന്നേറ്റ് ആയിട്ട് ജനിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഇത്ര ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണോ, അതോ ഇന്റലിജൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണോ? ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണോ? ഇന്റലിജൻസിനെ കുറിച്ച് നല്ല ഡെഫിനിഷൻസ് നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ കാണാം. ഇന്റലിജൻസ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ഐഡിയാസ്, adapt effectively to environment, then to learn from experience, to engage. ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ നൽകിയത് ആരാണ് ഈ ഡെഫിനിഷൻ? നീസറാണ്. നീസർ 1996 നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ആരാ നീസർ? ഇദ്ദേഹമാണ് നീസർ. ഓക്കെ, ഞാനിവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇതിലെ ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, 1 സെക്കൻഡ്. ഹലോ, അയ്യോ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ, ഞാൻ ക്ലാസ്സിലാണുള്ളത്. ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊരു ആഡ് സപ്പോർട്ടഡ് ഇതാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് വരും. അഡ്വർടൈസ്മെന്റ് റെക്കോർഡിൽ വരില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോ ഞാൻ റെക്കോർഡ് ചെയ്ത ഫയല് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ബ്ലൂടൂത്തിലെ കണക്കിൽ കേൾക്കുന്നുണ്ടാവില്ല. അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയാമോ? അഡാപ്റ്റ് സക്സസ്ഫുള്ളി. ഇതാണ് ഇന്റലിജൻസിന് കൊടുക്കാവുന്ന ഒരു നല്ല ഒരു ഡെഫിനിഷൻ. ഇന്റലിജൻസിനെ കുറിച്ച് ഒരുപാട് പേര് ഇന്റലിജൻസിനെ കുറിച്ച് ഒരു കോമൺ കൺസെപ്റ്റ്, ബേസിക്
ഏതിലേക്ക് ഷെയർ ചെയ്യണം? യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാം. ഏറ്റവും നല്ലത് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യണം. കാരണം യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പിന്നീട് അത് ഒന്ന് സേവ് ആയി കിടക്കും. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലാവും. യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഒരാളും കാണാൻ പോകുന്നില്ല. അത് കാണണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. നിങ്ങളുടെ ഒരു മനസ്സിലൊരു പ്രതീക്ഷ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും കാണുമല്ലോ, പ്രശ്നമാവല്ലോ. ഒരാളും കാണാൻ പോകുന്നില്ല. നമ്മൾ നോക്കിയത് എങ്ങനെ യൂട്യൂബിലേക്ക് പോകാം. ഞാൻ ആ ഷെയർ ബട്ടൺ അടിച്ചു, യൂട്യൂബിൽ ബട്ടൺ അടിച്ചു, എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് വന്നു. നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ഇമെയിൽ ഐ ഡി ഉള്ള, ഇങ്ങനൊരു ഇമെയിൽ ഐ ഡി ഉള്ള എല്ലാവർക്കും യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. ആ യൂട്യൂബിലേക്ക് ഇത് പോകാൻ പോവാണ്. അപ്പൊ ഞാനിവിടെ ടൈറ്റിൽ അടിക്കുന്നു, ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് അടിക്കണം. ഈ ഡിസ്ക്രിപ്ഷൻ അവർ AZ റെക്കോർഡർകാർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നിട്ടുണ്ട്, അവരുടെ പരസ്യമാണ്. അത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ദിസ് ഈസ് എ ടോപ്പിക് കവേർഡ് ഇൻ B.Ed സിലബസ് ഓഫ് MG യൂണിവേഴ്സിറ്റി. ഓക്കെ, അത്രയും ടൈപ്പ് ചെയ്തു. ദെൻ ഇത് ആഡ് ഡിസ്ക്രിപ്ഷൻ എവിടെ പോയി? ബാക്ക്. ഓക്കെ, അതവിടെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഓപ്ഷൻ പബ്ലിക് എന്നാണ് കിടക്കുന്നതെങ്കിൽ എല്ലാവരും കാണും. എല്ലാവരും കാണുമൊന്നുമില്ല, ഇത് കാണണമെങ്കിൽ കുറെ ആൾക്കാർ സെർച്ച് ചെയ്യും, ഒക്കെ കാര്യങ്ങളൊക്കെ വേണം. അൺലിസ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല. നമ്മൾ ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്താൽ അവർക്ക് മാത്രമേ കാണൂ. അപ്പൊ ആസ് എ ടീച്ചർ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഇതാണ്, അൺലിസ്റ്റഡ്. മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, പ്രൈവറ്റ്. ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരാളും കാണില്ല, നിങ്ങൾക്ക് മാത്രം. അതായത് ഈ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്താൽ മാത്രമേ പ്രൈവറ്റ് ആയിട്ടുള്ള ഫയൽ കാണാൻ പറ്റൂ. ഇത്രയും ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാനിപ്പോൾ അൺലിസ്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇടുന്നു. അൺലിസ്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടിട്ട് ഇത് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് കന്യാപുരം UP സ്കൂൾ, ഇത് വേണ്ട. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി. AZ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ടാഗും അവർ ആഡ് ചെയ്തിട്ടുണ്ട്, AZ റെക്കോർഡർകാരെ. അത് ഞാൻ റിമൂവ് ചെയ്തു, ആ ടാഗും വേണ്ട. ദെൻ മുകളിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണോ? നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഓക്കെ, ഇനി അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് അപ്ലോഡ് ആവും, അധികം സമയം എടുക്കില്ല. അപ്പോൾ ഈ 4150 ചെറിയ ഫയലാണ്. ഇതൊക്കെ ഞാൻ മുന്നേ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകളാണ് ഈ കാണുന്നത്. ഓക്കെ, അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 14% പ്രോസസ്ഡ്, 4 seconds ലെസ്റ്റ് 2 seconds. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 95% ആയി 100 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മൾ ആ കുട്ടികൾക്ക്, ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ടോപ്പിക്, B.Ed കുട്ടികൾക്കുള്ള ടോപ്പിക്. അപ്പോൾ അവർക്ക് നമുക്ക് ഷെയർ ബട്ടൺ എടുത്തിട്ട് വാട്സപ്പിൽ B.Ed കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് കിട്ടുന്ന ആൾക്ക് ഈ ഇന്റലിജൻസ് പറയുന്ന ഫയല് യൂട്യൂബിൽ പ്ലേ ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഒന്ന് പഠിച്ചു വെക്കണം. ഇപ്പോൾ ഈ വീഡിയോ. ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കും. എന്താണ് ഇന്റലിജൻസ്? നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. ഇന്റലിജൻസ് ഞാൻ ചില സൂചനകൾ നൽകാം. ഇതിൽ വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ കാര്യം മാത്രമല്ല, അതിൽ കുറച്ച് പെഡഗോഗിക്കൽ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മൾ സ്കൂൾ ടീച്ചേഴ്സാണ്. സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകത, അവര് കുട്ടികളെ നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വോയിസ് മാത്രം പോരാ, നമ്മുടെ ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ കുട്ടികൾ കാണണം. അപ്പൊ അതിനുള്ള ഒരു സൗകര്യം ഈ AZ റെക്കോർഡിലുണ്ട്. ഇതാണ് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു വഴി. മറ്റൊരു വഴി കൂടി പറയാനുണ്ട്, അത് നാളെ പറയാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളത്തേക്ക് നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി നോക്കാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിലാണ് ഫോണിൽ ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യാമോ എന്നൊരു ചോദ്യം ഉണ്ട്. നോക്കാം. ഇപ്പൊ ഇതിൽ ഒരു ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം, ഈ ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡറിൽ ക്യാമറ വളരെ ചെറുതാണ്, ചിലതിൽ ഉണ്ടാവുകയില്ല. ഇപ്പൊ ഇതിലുണ്ട്. ഇപ്പൊ എൻ്റെ ഫോണിലുള്ള ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡറിൽ ഇവിടെ ക്യാമറ ഉണ്ട്. പക്ഷെ ഈ ക്യാമറ നമുക്ക് ഈ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത്, വലിപ്പം കൂട്ടാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡിഫക്റ്റ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പിന്നെ ഓക്കെ, പറഞ്ഞോ, അതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനും ആൻസർ പറയാം. നാളത്തേക്ക് നിങ്ങൾ പിന്നെ വേറെ ഒരുപാട് സ്ക്രീൻ റെക്കോർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ AZ സജസ്റ്റ് ചെയ്യാൻ കാരണം, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്വർടൈസ്മെന്റ് ഇല്ല. മറ്റു ചിലതിലും റെക്കോർഡ് ചെയ്ത ഫയലുകളിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് വരും. ഫോർ എക്സാമ്പിൾ, X റെക്കോർഡർ എന്ന് പറയുന്ന ഒന്നുണ്ട്. X റെക്കോർഡർ,
ഈ എക്സ് റെക്കോർഡറിൽ ഒരു വാട്ടർമാർക്ക്, എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ഒരു വാട്ടർമാർക്ക് വന്ന് കിടക്കും. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഉള്ളത് വെറും സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈ ബ്ലൂ കളർ ഉള്ളത്. അത് വളരെ ചെറുതായിട്ട് അവിടെ കാണുന്നില്ലേ, സോറി. ഈ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഒരു അഡ്വർടൈസ്മെന്റും ഇല്ല. പക്ഷെ ഇത് ചെറിയ ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ച AZ സ്ക്രീൻ റെക്കോർഡറിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിൽ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആ വീഡിയോ എടുത്തിട്ട് ഇന്ന് നമുക്ക് ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാം. ഈ വീഡിയോ എന്താണ് എഡിറ്റ് ഇന്ന് നമുക്ക് വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗ് വന്നു, ചിലതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ച് നമുക്ക് ട്രിം ചെയ്യാനൊക്കെ പറ്റും, ട്രിം വീഡിയോ. അതേപോലെ എവിടെയാണ് ഇപ്പൊ അത് വന്നത്? Hi dear students. ഓക്കെ, ഇതിന്റെ താഴെ ട്രിം വീഡിയോ കൂടാതെയുള്ള ഓപ്ഷൻസ്, ട്രിം കൂടാതെ സെന്ററിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്തെങ്കിലും ജിഫായിട്ട് ഇതിനെ ചെറിയൊരു ഏരിയ ജിഫ് ഇമേജ് ആയിട്ട് മാറ്റാം. പിന്നെ അതിനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, വീഡിയോനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ഒക്കെ. ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കും. നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റും, എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ. ആഡ് ടെക്സ്റ്റ് ഇവിടെയാണ് ഡബിൾ ടാപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഇന്റലിജൻസ് എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് അത് നമുക്ക് എവിടെയെങ്കിലും എത്ര സമയം ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാം. അത്ര ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ദെൻ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ചെയ്തത് ഡിസ്കാർഡ് ആവുന്നതാണ്. യെസ്, ഓക്കെ. ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് രസകരമായിട്ടുള്ള സ്റ്റിക്കറുകളൊക്കെ നോക്കി അതിനുള്ള പറ്റിയ സീനുകൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത്ര ഓപ്ഷൻസ് ഒക്കെ ചെറിയ രീതിയിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആപ്ലിക്കേഷൻ, കൈൻ മാസ്റ്റർ കുറച്ച് നല്ല വീഡിയോ എഡിറ്ററാണ്. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് അത്രയും കൂടെ പറയുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് വോളിയം, നമ്മൾ പറഞ്ഞതിൻ്റെ ശബ്ദം കൂട്ടണമെങ്കിൽ കൂട്ടാം. ദെൻ ഓഡിയോ, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്തതിലേക്ക് ആഡ് ചെയ്യാം. അത്ര ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈൻ മാസ്റ്ററിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനത് അതിൽ പറയാം. ഇനി അതർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ്? അതർവൈസ് വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. അലേഖ എന്തോ ചോദിച്ചു, ഇല്ലാന്ന് ഞാൻ ചോദിച്ച ഏതെങ്കിലും കാര്യത്തിനും പറഞ്ഞതാണോന്ന് അറിയില്ല. ഹലോ, ഹലോ സർ, ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഒരു 5 minutes. ഓക്കെ അപർണ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്തിയിട്ട് ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമ്മുടെ സമയം 5:45. So we can stop here and continue. Thank you so much, sir, for making this session more valuable and interesting. Now, I invite Anna Melinda Martin for vote of thanks. I am here to present the vote of thanks for the today's session. I would like to thank our resource person, Dr. K.S. Sarjan, sir, for enlightening us with their knowledge. Today's session was really informative session. I would like to thank sir for this wonderful session. Thank you, sir. I would also like to thank our principal, Dr. Asha OS, and coordinator, Dr. Hira Miss, for organizing this session. And also, I want to thank all the teachers and students present here for paying your attention and learning. Once again, thank you all. Thank you, sir. ഇപ്പോൾ ബാക്കി സംശയങ്ങളൊക്കെ നാളേക്ക് എല്ലാവരും തയ്യാറായി വരുന്നു വിചാരിക്കുന്നു.
മറ്റൊരു കാര്യം കൂടി, നിങ്ങളിങ്ങനെ കുട്ടികളിങ്ങനെ അനങ്ങാതിരുന്നാൽ പറ്റില്ല, നിങ്ങൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യണം. നിങ്ങൾ നാളത്തേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഒന്ന് നാളെ ഷെയർ ചെയ്യാം. അപ്പൊ അത് നോക്കിയിട്ട് അതിനെ ബെറ്റർ ആക്കാനുള്ള കുറച്ച് സജഷൻസ് കൂടി പറയാം. അപ്പൊ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും പവർ പോയിന്റ് ഒക്കെ വെച്ചൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു കണ്ടന്റിൽ നിങ്ങൾ കോവിഡിന്റെ പ്രോട്ടോകോളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസ് എ ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളൊന്ന് ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം. അതിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് ആ മെസ്സേജ് കൊടുക്കുന്നത് ആലോചിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് അതിന്റെ ഒരു പവർ പോയിന്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ അതിലുണ്ടാക്കാൻ നിൽക്കണ്ട, നല്ലൊരു പവർ പോയിന്റ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ നമുക്ക് നാളെ. താങ്ക് യു. കുറച്ച് കൂടുതൽ നേരം എടുത്തു ഒരുപാട് താങ്ക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. താങ്ക് യു.